മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ വ്യാപ്തി ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പദ്ധതികളുമായി വനം വകുപ്പ് കേരളത്തിലെ ഗോത്ര വിഭാഗത്തിൽ കാലാകാലങ്ങളായി സ്വീകരിച്ചു വരുന്ന പരമ്പരാഗത പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ശേഖരിക്കുന്നതിനായി സർക്കാർ മിഷൻ ഗോത്ര ഭേരി എന്ന പദ്ധതിക്കും രൂപം നൽകി. 20 ഗോത്ര ഉന്നതികളിൽ നിന്നുള്ള 51 പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏകദിന സെമിനാർ തേക്കടി ബാംബു ഗ്രോവിൽ നടന്നു. പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് വെസ്റ്റ് ഡിവിഷനുകൾ കോട്ടയം വനം ഡിവിഷനിലെ എരുമേലി റേഞ്ചിലെ പരിധിയിൽ വരുന്ന 20 ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള 51 പ്രതിനിധികളെ പങ്കെടുപ്പിച്ചാണ് തേക്കടി ബാംബു ഗ്രോവിൽ വെച്ച് ഏകദിന സെമിനാർ നടത്തിയത്. സെമിനാറിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ശേഖരിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം അവയെ ക്രിയാത്മകമായി ഉപയോഗിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മിഷൻ ഗോത്രഭേരി സംസ്ഥാന കോർഡിനേറ്റർ രാജു കെ ഫ്രാൻസിസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇതിൽ നിന്ന് വേണം നമുക്കൊരു ഉത്തരം ലഭിക്കുവാനായിട്ട്. സയൻസ് ഒരു സൈഡിൽ നിൽക്കുക, ശാസ്ത്രം ഒരു സൈഡിൽ നിൽക്കുമ്പോഴും അതിൻ്റെ വേര് നിൽക്കുന്നത് ഈ അറിവുകളിലാണ്. ഇതിൽ നിന്ന് വേണം പുതിയ നൂതനമായ പദ്ധതികൾ നമ്മൾ എടുക്കാൻ. എന്തുകൊണ്ടാണ് വന്യജീവി സംഘർഷം ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ സംഘർഷം ഇല്ലാത്തൊരു മേഖല എനിക്ക് തോന്നുന്നു പെരിയാർ ടൈഗർ റിസർവ്. KFRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ AB രഘു സംവാദങ്ങൾക്ക് നേതൃത്വം നൽകി. പെരിയാർ ടൈഗർ റിസർവ് കോട്ടയം ഡിവിഷൻ നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടറുമായ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റേഞ്ച് ഓഫീസർമാരായ KECB പ്രിയ T ജോസഫ്, അരുൺ K നായർ, ലിബിൻ ജോൺ, PV റെജി, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഹരിനാഥ്, പെരിയാർ ടൈഗർ റിസർവ് വിദഗ്ധർ, വനംവകുപ്പ് ജീവനക്കാർ, പട്ടികവർഗ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി.